ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ്. സമഗ്രം സമ്പൂർണ്ണമായിട്ടുള്ള നമ്മുടെ ക്ലാസ് ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ LDC പരീക്ഷയുടെ അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് കൂടി കഴിഞ്ഞിരിക്കുകയാണ്. LDCയുടെ അവസാന ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി ജൂലൈ സെപ്റ്റംബർ മാസത്തിലായിട്ടാണ് നമ്മുടെ പരീക്ഷ എന്ന് നമുക്ക് അറിയാം. ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായി നമ്മുടെ പരീക്ഷ നടക്കാൻ വേണ്ടി പോവുകയാണ്. അത് ചിലപ്പോൾ 4, 5 അല്ലെങ്കിൽ 6, 7 ഇത്രയും സ്റ്റേജുകളിലൂടെ വേണമെങ്കിൽ പരീക്ഷ നടത്താം. ഏറ്റവും കുറഞ്ഞത് 5 സ്റ്റേജ്, 5, 6, 7 ഘട്ടങ്ങളിലായിട്ടായിരിക്കാം ചിലപ്പോൾ പരീക്ഷ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു 2 ജില്ലകൾ ഒരു ദിവസം, അല്ലെങ്കിൽ 3 ജില്ലകൾ ഒരു ദിവസം, ഇങ്ങനെ ആയിരിക്കാം നമ്മുടെ പരീക്ഷ ചിലപ്പോൾ നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന പരീക്ഷയിൽ ഏത് ജില്ലയാണ് ആദ്യം തന്നെ വരുന്നത്, ജൂലൈ മാസത്തിൽ വരുന്നത് നമുക്ക് പറയാൻ ആയിട്ടില്ല. അത് കൃത്യമായ ഒരു ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പൊ നിലവിൽ നമുക്ക് നമ്മുടെ വാർഷിക പരീക്ഷാ കലണ്ടറിൽ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ LDC പരീക്ഷ നടക്കുമെന്ന് മാത്രമാണ് നമുക്ക് അറിവായിട്ടുള്ളത്. ഏറ്റവും മികച്ച രീതിയിലുള്ള പഠനം മാത്രമാണ് നമ്മുടെ മുന്നിൽ ഇനി അവശേഷിക്കുന്നത്. നമുക്കറിയാം, 4 ലക്ഷത്തോളം അപേക്ഷകർ കുറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഒരുപാട് പേര് ഈ ഒരു പരിഷ്കാരവും മറ്റു കാരണങ്ങൾ കൊണ്ട് ഈ ഒരു PSC പരീക്ഷയോട് തന്നെ വിമുഖത കാട്ടി പോകുന്ന ആളുകളുണ്ട്. അല്ലാതെ ഇത് പരീക്ഷയ്ക്ക് എന്തായാലും ഉറപ്പായാലും ഈ പരീക്ഷ വിജയിച്ചെടുക്കണം, ഒരു ജോലി, സർക്കാർ ജോലി നേടണം എന്ന ചിന്താഗതിയോടെ ഇതിനു വേണ്ടി വരുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അവരോടാണ് നമ്മൾ മത്സരിക്കുക. അവരെന്ന് പറയുമ്പോൾ കൃത്യമായ തീരുമാനത്തോടെ, കൃത്യമായ നിശ്ചയദാർഢ്യത്തോടെ വരുന്ന ആളുകളാണ്. ഈ ഒരു വർഷം 2024 പരീക്ഷ എഴുതി 2025 സർവീസിൽ കയറണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ഒരു പരീക്ഷയെ നേരിടുന്നവരാണ്. അവർ ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ തന്നെ നടത്തും. അങ്ങനെ ആ തയ്യാറെടുപ്പുകളുടെ കൂടെ മത്സരിക്കുന്ന ആളുകളാണ് നമ്മൾ ചിലപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കാം, അല്ലാന്നല്ല. പക്ഷെ അതിൽ നമ്മൾ കുറച്ചുകൂടി മികവ് കണ്ടെത്തണം, അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. ഏറ്റവും ബേസിൽ നിന്ന് നമ്മൾ തുടങ്ങണം, ഏറ്റവും അടിത്തറയിൽ നിന്ന്. അതായത് നമ്മളൊരു റീസ്റ്റാർട്ട് എന്ന് പറയുന്ന സാധനമാണ്. നമ്മുടെ ഈ അടുത്ത് കണ്ട 12th ഫെയിൽ എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ട്, നമ്മുടെ ഹിന്ദി മൂവിയാണ്. ഒരാള് ഒരു UPSC ആസ്പിരന്റ് ഒരു IPS കാരനായി മാറുന്ന ഒരു റിയലിസ്റ്റിക് സ്റ്റോറി കൂടിയാണ് അത്. അതിൽ പറയുന്ന, എപ്പോഴും തോറ്റുപോയ ഒരാൾ പറയുന്നതാണ് റീസ്റ്റാർട്ട്, റീസ്റ്റാർട്ട്, റീസ്റ്റാർട്ട്. അതായത് റീസ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഒന്നിൽ പിഴച്ചത് കൊണ്ട് അത് നമ്മൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കണം. എവിടെ നിന്നാണോ നമ്മൾ പോയത് അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. റീസ്റ്റാർട്ട്, റീസ്റ്റാർട്ട്, റീസ്റ്റാർട്ട്. നമ്മളും റീസ്റ്റാർട്ട് ചെയ്യണം. എന്തിൽ നിന്ന്? എവിടെയാണോ നമുക്ക് പിഴച്ചത് അവിടെ നിന്ന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഭദ്രമാക്കും. ഏറ്റവും അടിത്തറ മുതൽ, അതിന് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് SCRT ആണ്. SCRT ഇന്ന് SCRT കഴിച്ച് മറ്റൊന്നും PSC ചോദ്യപേപ്പറിൽ വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഏറ്റവും കുറഞ്ഞ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT ഏറ്റവും മികവുറ്റ രീതിയിൽ പഠിക്കണം. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT, അതുപോലെ +1 +2ന്റെ NCRT, അത് നമ്മുടെ സിലബസുമായി ബന്ധപ്പെടുന്നവ മാത്രം നമ്മൾ പഠിക്കണം. കാരണം പരീക്ഷ ചിലപ്പോൾ കുറച്ച് കടുപ്പമേറിയതാവാമെങ്കിൽ അവിടെ SCRT എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, NCRT എന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു മേഖല കൂടി നമ്മൾ കവർ ചെയ്യണം. അപ്പൊ അങ്ങനെ ഈ 5ാം ക്ലാസ് മുതൽ നമുക്ക് ഒറ്റയടിക്ക് പറയാം, 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ഒരു പാഠപുസ്തകം നിങ്ങൾ ഏറ്റവും മികവാർന്ന രീതിയിൽ തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി സാധിക്കും. കാരണം നിങ്ങൾ ആ പാഠപുസ്തകത്തിലെ ഒരു 90 അല്ലെങ്കിൽ ഒരു 90 എന്ന് പറയുന്നതിൽ 60% മുകളിലുള്ള വസ്തുതകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. 60% മുകളിലുള്ള വസ്തുതകൾ പഠിച്ചു കഴിഞ്ഞിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് PYQ ആണ്. അതായത് മുൻകാല ചോദ്യങ്ങൾ 2021 മുതലുള്ള ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രിലിംസ് പ്ലസ് മെയിൻസ്, ഇത് രണ്ടും നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഈ 10th ലെവൽ നോക്കണം, 10th ലെവല്, അതുപോലെ +2 ലെവൽ പൊതുവായിട്ടുള്ളത് നോക്കണം. പിന്നെ പറ്റുമെങ്കിൽ ഡിഗ്രി പ്രിലിംസിന്റെ ചോദ്യപേപ്പർ കൂടി നിങ്ങൾ ഒന്ന് കവർ ചെയ്യുക. ഇത്രയും ചോദ്യപേപ്പർ കവർ ചെയ്യാൻ 6 മാസത്തോളം ഉണ്ട്. നമുക്ക് ഓരോ ദിവസവും ഓരോ ചോദ്യപേപ്പർ പഠിച്ചു പോകാം, അല്ലെങ്കിൽ ഒരാഴ്ച ഒരു 3 ചോദ്യപേപ്പർ വെച്ച് പഠിച്ചു പോവുക. അങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ഒരു ഇത് ക്ലിയർ ചെയ്യണം. ആ രീതിയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ 75 to 80% നിങ്ങൾ ഏകദേശം ഉറപ്പിച്ചിരിക്കും പഠിച്ചിട്ട്. പിന്നെയുള്ളത് നമ്മുടെ സിലബസിൽ ഇനി വിട്ടുപോയത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി നമുക്ക് ഡെപ്തിലേക്ക് പോകേണ്ട വസ്തുതകൾ ഏതൊക്കെയാണ്, അത് കണ്ടെത്തി അത് പഠിക്കുക. ഇതിനൊക്കെ പഠിക്കുന്നതിന് ചില ട്രിക്കുകളുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് പതിയുന്ന രീതിയിലുള്ള പഠനം നിങ്ങൾ ആവർത്തിക്കണം. അങ്ങനെ പഠിച്ചത് വേണം മുന്നോട്ട് പോകാൻ. നമ്മൾ പലപ്പോഴും മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് റിവിഷൻ ആണ്. റിവിഷന്റെ അത്രത്തോളം
പ്രാധാന്യമുള്ള മറ്റൊന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എത്രത്തോളം നിങ്ങൾ റിവിഷൻ ചെയ്യുന്നു അത്രത്തോളം അത് മനസ്സിലേക്ക് ഉറച്ചു നിൽക്കും. ഞാൻ എന്റെ ഒരു കണക്കനുസരിച്ച് നിങ്ങൾ ഇന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ കൂടി അതൊന്ന് വായിച്ചു നോക്കണം. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് അതൊന്ന് വായിച്ചു നോക്കണം. പിന്നെ ഒരു 7ാമത്തെ ദിവസം നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരാഴ്ചയിൽ നിങ്ങൾ 6 ദിവസം പഠനവും ഒരു ദിവസം ഫുൾ റിവിഷനും കൊടുക്കണം. അതിനിടയിൽ ഈ പറയുന്ന പോലെ ഒരു ദിവസം ഇന്ന് പഠിച്ചത് ഇന്ന് രാത്രിയും നാളെ രാവിലെയും നോക്കണം. പിന്നെ 3ാമത്തെ ദിവസം നിങ്ങൾ അത് നോക്കണം. ഒരു അരമണിക്കൂറിനുള്ളിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫ് പോലെ വായിച്ചു പോയാൽ മതി. പിന്നെ 7ാമത്തെ ദിവസം ഏതാണോ ആ ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരാഴ്ച പഠിച്ച മുഴുവൻ വസ്തുതകളും ആ ഒരു ദിവസം നിങ്ങൾ ആവർത്തിക്കുക. നിങ്ങൾ എത്ര പുതിയത് പഠിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. കാരണം പഠിക്കുന്നതിന് മുൻപ് പഠിച്ച കാര്യങ്ങൾ മറന്നുപോയ എന്ത് ചെയ്യും? അപ്പൊ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോവുക. എത്രത്തോളം ചെറിയ കാര്യങ്ങളായാൽ പോലും അത് പഠിച്ച് ഉറപ്പിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതാണ്. അപ്പൊ അങ്ങനെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ ഒരു രീതിയിൽ റിവിഷന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പുതിയ എത്ര വസ്തുതകൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ പഠിച്ചത് മനസ്സിൽ ഉറപ്പിച്ച് അതിലൊരു നിങ്ങൾക്കൊരു 80% അറിയുന്നതും 20% അറിയാത്തതാണെങ്കിൽ ഈ അറിയുന്ന 80% എഴുതിയാൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ആ 80% അറിയണമെങ്കിൽ എന്താണ്, അവിടെ റിവിഷന്റെ വളരെയധികമുള്ള പ്രാധാന്യമാണ്. എത്രത്തോളം റിവിഷന് പ്രാധാന്യമുണ്ടോ അത്രത്തോളം നമ്മൾ അതിന് മുൻഗണന കൊടുക്കണം. ഓക്കെ, അപ്പൊ അതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത്രയും വസ്തുതകൾ നിങ്ങൾ ആമുഖമായി പറയുകയാണ്, ഇതാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ സിലബസിനെ ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കാം. അതായത് സിലബസിനെ ഒന്ന് വിശദമായി പരിശോധിക്കാം. എവിടെയൊക്കെ മുൻതൂക്കം കൊടുക്കണം, ഏതിന് മുൻതൂക്കം കൊടുത്ത് പഠിക്കണം, എങ്ങനെ മാർക്ക് വരാം എന്നൊക്കെ നമുക്കൊന്ന് കൃത്യമായി നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ സിലബസ് ഇങ്ങനെയാണ്. അതിൽ ചരിത്രം നോക്കാം. ചരിത്രം അതിൽ 5 മാർക്കാണ്. അതായത് പൊതുവിജ്ഞാനമാണ്. പൊതുവിജ്ഞാനത്തിൽ ചരിത്രത്തിന് 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കലാകായികം സാഹിത്യ സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. ഇങ്ങനെയാണ് പൊതുവിജ്ഞാനം വരുന്നത്. ഇത്രയും പൊതുവിജ്ഞാനം ഏരിയകൾ, അതായത് 11 മേഖലകളെ നമ്മൾ പഠിക്കണം. 11 മേഖലകൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്നത് 50 മാർക്കാണ്. ഈ 11 മേഖലകൾ, പൊതുവിജ്ഞാനത്തിന്റെ 11 മേഖലകൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ലഭിക്കുന്നത് 50 മാർക്ക്. പിന്നെയുള്ള ഒരു 20 മാർക്ക് ഇതാ ആനുകാലിക വിഷയങ്ങൾ. വളരെ പ്രധാനപ്പെട്ടതാണ് ആനുകാലിക വിഷയങ്ങൾ. 2022 മുതലുള്ള വസ്തുതകൾ പഠിക്കുക. 2022 മുതൽ 2024 മെയ് അല്ലെങ്കിൽ ഏപ്രിൽ മെയ് വരെയുള്ള വസ്തുതകൾ നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷകൾ നമുക്ക് മലയാളം 10 മാർക്ക്. അതായത് 10 10 10 ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 30ഉം 20ഉം 50 50 50 100 ആകെ 100 മാർക്കിന്റെ ചോദ്യങ്ങൾ. 100 മാർക്കിന്റെ ചോദ്യങ്ങൾ വ്യക്തമായല്ലോ. ഇവിടെയാണ് നമ്മുടെ ഓരോന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ ചരിത്രമാണ്. ചരിത്രത്തിൽ നമുക്ക് എത്രയാണ്? 5 മാർക്കാണ് നമുക്ക് ചരിത്രത്തിൽ ലഭിക്കുന്നത്. അതിൽ കേരളമുണ്ട്, പിന്നെ ഇന്ത്യയുണ്ട്, ലോകമുണ്ട്. ഇങ്ങനെ 3 മേഖലകളാണ്. ആ 3 മേഖലകളിൽ കേരളത്തിൽ വരുന്നത് യൂറോപ്യന്മാരുടെ വരവ്, അതുപോലെ യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ച്, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, പിന്നെ 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഇത്രയും പഠിച്ചാൽ നമുക്ക് ഇവിടെ 2 മാർക്കാണ് ലഭിക്കുന്നത്. എത്രയാണ്? 2 മാർക്ക്. പിന്നെ ഇന്ത്യ ചരിത്രത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും,
സ്വാതന്ത്ര്യവും സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ഇത്രയും പഠിക്കുമ്പോൾ ഇവിടെയും നമുക്ക് 1 മുതൽ 2 വരെ മാർക്കുകൾ പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് വരെ നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ ലോക ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ അവിടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ഇവിടെ നമുക്ക് 1 മുതൽ 2 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. 1 മാർക്കാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ ഈ 3 ഏരിയകളും പഠിച്ചാലാണ് നമുക്ക് 5 മാർക്ക് കിട്ടുക. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ യൂറോപ്യന്മാരുടെ വരവും സംഭാവനയും, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം, അതൊന്ന് നന്നായി ഒന്ന് പഠിച്ചെടുക്കുക. ഇവിടെ നമുക്ക് 1 അല്ലെങ്കിൽ ഈ 2 മാർക്ക് ഇവിടെ തന്നെ ചോദിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. 1 മാർക്ക് എന്തായാലും ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യം ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ശ്രീധര മേനോൻ സാറിന്റെ പുസ്തകം വായിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ വായിച്ചെടുക്കുക, അതാണ് നല്ലത്. പിന്നെ ഈ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളിലാണ് നമ്മൾ പാഠപുസ്തകം SCRT പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടും. അവിടെ ഒന്നുകിൽ അതിൽ നിന്ന് ഒരു ചോദ്യം വരാം, അതല്ലെങ്കിൽ ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാം. ഇതാണ് ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഐക്യ കേരള പ്രസ്ഥാനം അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ഇവിടെയാണ് ഒരു ചോദ്യം. അങ്ങനെയാണ് നമുക്ക് 2 ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ഈ ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം, ഇന്ത്യയിലേക്ക് വന്നാൽ അവിടെ 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടോ വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ടോ ഒരു ചോദ്യം ഒന്നുകിൽ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും അതുപോലെ സംസ്ഥാന പുനഃസംഘടന, ഈ ഒരു മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ 2 മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവും ആ ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ട 1 മാർക്ക്, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും അതുപോലെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഈ ഒരു 3 ഭാഗം ഇവിടെ നിന്ന് 1 മാർക്ക്, അങ്ങനെ 2 മാർക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി ലോകത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. അതിൽ ഇംഗ്ലണ്ടും അമേരിക്കയും ഫ്രഞ്ചിനുമാണ് പ്രാധാന്യം കൂടുതൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. അവിടെ നിന്നൊക്കെ ഒരു ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ പോലും അത് ഐക്യരാഷ്ട്ര സംഘടനയായിട്ടോ അല്ലെങ്കിൽ കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ പറയാം, അതുമായിട്ടേ ബന്ധപ്പെട്ട് വരൂ. ഇനി ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വന്നാൽ അവിടെയും 5 മാർക്ക് തന്നെയാണ്. അവിടെ ലോകത്ത് മൊത്തത്തിൽ വരുന്നത് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധതരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകൾ. ഇവിടെയാണ് നമ്മൾ 2 മുതൽ 3 വരെ മാർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇവിടെ നമ്മൾ 1 മുതൽ 2 വരെ മാർക്കുകൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലേക്ക് വന്നാൽ അവിടെയും ഭൂപ്രകൃതിയും ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇവിടെയും നമ്മൾ 1 മുതൽ 2 മാർക്ക് വരെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 2 മുതൽ 3 മാർക്ക് വരെ പ്രതീക്ഷിക്കാവുന്ന നമുക്ക് അടിസ്ഥാനപരമായി ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് നമ്മൾ അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ഇവിടെ നിന്ന് നമുക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാപ്പുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം അല്ലെങ്കിൽ വിദൂര സംവേദനം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് 1 മാർക്ക് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ 3 വരെ മാർക്കുകൾ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, നദികൾ എന്നിവയുമായി ബന്ധപ്പെട്ട, അതുമായി ബന്ധപ്പെട്ട് ഉറപ്പായും നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. രണ്ടാമത് കൃഷിയും ധാതു വ്യവസായവും ഊർജ്ജ സ്രോതസ്സുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ചോദ്യം, 1 മാർക്ക്. അങ്ങനെയാണ് നമ്മൾ 1 മുതൽ 2 വരെ മാർക്കുകൾ അവിടെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കേരളത്തിന്റെ ഭാഗത്തേക്ക് വന്നാൽ അവിടെ നദികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഗവേഷണ സ്ഥാപനവും കൃഷിയും അതുപോലെ ധാതു വ്യവസായം, ഊർജ്ജ സ്രോതസ്, ഇവിടെയാണ് നമ്മൾ 1 മാർക്ക് പ്രതീക്ഷിക്കുന്നത്.
പ്രധാനമായും നദികളുമായി ബന്ധപ്പെട്ടും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ 1 മാർക്ക് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഭൂമിശാസ്ത്രപരമായ മേഖലയിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പിന്നെ ജില്ലകളും സവിശേഷതകളും സംസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകളും മുഴുവനായിട്ട് അങ്ങ് അതിനുവേണ്ടി മാത്രം സമയമെടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മൾ ബേസായി അറിഞ്ഞു വെച്ചാൽ മാത്രം മതിയാകും. ഓക്കെ, ഇനി ധനതത്വശാസ്ത്രം 5 മാർക്ക് പഠിച്ചാൽ 5 മാർക്കും ലഭിക്കുന്ന ഒരു ഏരിയ, അതായത് 5 മാർക്കിന് അത്രത്തോളം പ്രാധാന്യം 5 ചോദ്യങ്ങളും വരുന്ന ഒരു മേഖല. അതിൽ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം, ഇത്രയും പഠിച്ചാൽ അത്രയാണ് 5 മാർക്ക്. പഞ്ചവത്സര പദ്ധതി 1 മാർക്ക് ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ്. നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ ഇതിലേതെങ്കിലും ഒന്നിൽ ഒരു ചോദ്യം ഉറപ്പാണ്. നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ഒരു ചോദ്യം ഉറപ്പാണ്. കാർഷിക വിളകൾ ഒരു ചോദ്യം ഉറപ്പാണ്. അവിടെ തന്നെ 4 ചോദ്യമായി. പിന്നെ ധാതുക്കളോ ഹരിത വിപ്ലവമോ ധനകാര്യ സ്ഥാപനമോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം. ഇങ്ങനെയാണ് 5 ചോദ്യങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ 5 മാർക്ക് നമുക്ക് ലഭിക്കുന്ന ഏരിയ. ഇതിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പിന്നെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ നമുക്ക് എത്രയാണ് 5 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. അതിൽ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, അതിൽ പ്രധാനപ്പെട്ടത് 42, 44, 52, 73, 74, 86, 91 എന്നിവ, പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇത്രയും പഠിച്ച ഇവിടെയും നമുക്ക് ലഭിക്കും 5 മാർക്ക്. ഇതില് ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ ഇത്രയും പഠിച്ച 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് വരെ നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഒരു ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ഉറപ്പായിട്ടുണ്ട്. പിന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ഒരു ചോദ്യം. അപ്പൊ 2, 3, 4 ചിലപ്പോൾ 5 ചോദ്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ പഠിക്കാം. പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകൾ 1 മാർക്ക്. ഇങ്ങനെ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് 5 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ട മേഖല. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും. അവിടെയും നമുക്ക് എത്രയാണ് 5 മാർക്കാണ്. അതിലെ സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹ്യ സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യ ക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം ഇത്രയും പഠിച്ച 5 മാർക്കാണ്. ഇതിൽ ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നമുക്ക് ഉറപ്പിക്കാം. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം, അതുപോലെ തൊഴിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം, പിന്നെ ഭൂപരിഷ്കരണം, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ചോദ്യം ഇങ്ങനെ ഇവിടെ പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് ഈ ഒരു ഏരിയ നമുക്ക് 5 മാർക്കോളം നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവുമാണ്. അതായത് 6 മാർക്കിന്റെ വസ്തുതകൾ നമുക്ക് ഇവിടെ ലഭിക്കും. ഇവിടെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങൾ. ഇവിടെ 6 മാർക്ക് നമുക്ക് ഉറപ്പിച്ചെടുക്കാം. ഇതാ ഈ ജീവകങ്ങളും ധാതുക്കളും 1 മാർക്ക് ഉറപ്പായും ചോദിക്കും. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പായിട്ട് ചോദിക്കും. ജീവിതശൈലി രോഗങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. ഇവിടെ ഈ 4 ചോദ്യങ്ങളും ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് ഒന്നുകിൽ സാംക്രമിക രോഗങ്ങളും അല്ലെങ്കിൽ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്. ഇവിടെ നിന്നാണ് ചോദ്യങ്ങൾ നമുക്ക് വരുന്നത്. ഇങ്ങനെയാണ് 5 ചോദ്യങ്ങൾ ഇവിടുന്നും ഈ മറ്റേതിൽ നിന്നും ഒരു ചോദ്യവും, അങ്ങനെ 6 ചോദ്യം ഇത് രണ്ടിൽ നിന്നും, അതായത് ഇതിൽ നിന്നും ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അങ്ങനെയാണ് 6 മാർക്കിന്റെ വസ്തുത നമുക്ക് അവിടെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. ഓക്കെ, ഇങ്ങനെ 6 മാർക്കിന്റെ വസ്തുക്കൾ ഇവിടെ നമുക്ക് ഇത്രയും ഏരിയകൾ കൃത്യമായി പഠിച്ചാൽ നമുക്ക് ലഭിക്കും. ഇവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് നമുക്ക് കുറച്ചധികം ഉള്ളത്. പിന്നെ ജീവിതശൈലി രോഗങ്ങൾ പഠിച്ചെടുക്കാം, പരിസ്ഥിതി പ്രശ്നങ്ങളും പഠിച്ചെടുക്കാം. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവായ ധാരണകൾ ഉണ്ടായാൽ മാത്രം നമുക്ക് ഇതിൽ നിന്ന് 4 മുതൽ 6 വരെ മാർക്ക്, 4, 5, 6 മാർക്ക് നമുക്ക് ഇവിടെ നിന്ന് ഉറപ്പായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. പിന്നെ വരുന്നത് ഭൗതിക ശാസ്ത്രം 3 മാർക്കാണ്. പഠിക്കാൻ 8ഓളം ഭാഗങ്ങളുണ്ട്. 8ഓളം ഭാഗങ്ങൾ, അതിൽ നിന്ന് ഏത് ചോദ്യവും വരാം. അതിലൊന്ന് ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും. 2 ചലനം, അതായത് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, 3ആം ചലന നിയമം, ആക്കം, പ്രൊജക്ടൈൽ മോഷൻ, 3ആം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ ഇത്രയും പഠിക്കണം. പ്രകാശവുമായി ബന്ധപ്പെട്ട് ലെൻസിനെ കുറിച്ച്, ദർപ്പണം, R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഗണിത പ്രശ്നങ്ങൾ, പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ,
ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, IR റേസ്, UV റേസ്, എക്സ് റേസ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്നിവയെ കുറിച്ച് പഠിക്കണം. പിന്നെ ശബ്ദവുമായി ബന്ധപ്പെട്ട വിവിധതരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിൽ ശബ്ദത്തിന്റെ പ്രവേഗം, അനുരണനം, ആവർത്തന, പ്രതിപതനം എന്നിവ പഠിക്കണം. ബലവുമായി ബന്ധപ്പെട്ട അടുത്തത് വിവിധതരം ബലങ്ങൾ, ഘർഷണം, ഘർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും, ദ്രാവക മർദ്ദം, പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡ്ഹീഷൻ കൊഹിഷൻ ബലങ്ങൾ, കേശിക ഉയർച്ച, വിസ്കസ് ബലം, പ്രതല ബലം എന്നിവ. ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട് അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, ഉപഗ്രഹങ്ങൾ, പാലായന പ്രവേഗം, പിണ്ഡവും ഭാരവും, ജിയുടെ മൂല്യം, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം എന്നിവ പഠിക്കണം. പിന്നെ താപവുമായി ബന്ധപ്പെട്ട് താപനില, വിവിധതരം തെർമോമീറ്റർ, ആർദ്രത, ആപേക്ഷിക ആർദ്രത എന്നിവ. പിന്നെ പ്രവൃത്തിയിൽ ഊർജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തോലകങ്ങൾ, വിവിധതരം ഉത്തോലകങ്ങൾ, ഇങ്ങനെ 8 ഭാഗങ്ങൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇവിടെ 3 മാർക്ക് ലഭിക്കുന്നത്. ആകെ 3 മാർക്ക്. അതിൽ ചലനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ യൂണിറ്റ് അളവുമായി ബന്ധപ്പെട്ട് നമുക്ക് 1 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. ശബ്ദവും ബലവുമായി ബന്ധപ്പെട്ട് നമുക്ക് 1 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ ഊർജം അല്ലെങ്കിൽ ഗുരുത്വാകർഷണം, താപം, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ അതിൽ പ്രകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് 3 മാർക്ക്. പക്ഷെ ഇതിൽ ഏത് ചോദിക്കുമെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. എല്ലാ ഭാഗത്തും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ രസതന്ത്രവുമായി ബന്ധപ്പെട്ട് 3 മാർക്കാണ്. അതിൽ ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വാറീറ്റിയ എന്നിവയെ കുറിച്ച് പഠിക്കണം. മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, രാസഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ എന്നിവ പഠിക്കണം. പിന്നെ ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ എന്നിവ. ഇത്രയും പഠിച്ചാൽ ഇവിടെ നമുക്ക് 3 മാർക്ക് ഉറപ്പിച്ച് പഠിക്കാം. ഇതിൽ അക്വാറീജിയുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ലോഹങ്ങളും അലോഹങ്ങളും ലോഹസങ്കരങ്ങളുമായിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരു 3 മാർക്ക് പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്തത് 5 മാർക്കിന്റെ കലാകായികം, സാഹിത്യം, സംസ്കാരമാണ്. ഒരുപാട് പഠിക്കാനുള്ള മറ്റൊരു മേഖല കൂടിയാണ്. അതിൽ കലയിൽ തന്നെ കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങള്, സ്ഥാപനങ്ങള്, വ്യക്തികള്, കലാകാരന്മാർ, എഴുത്തുകാർ എന്നിവയെ കുറിച്ച് പഠിക്കണം. പിന്നെ കായികവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, ഇവരുടെ കായിക ഇനങ്ങൾ, നേട്ടങ്ങൾ, ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, ഇതുവരെ നമുക്ക് 1 മാർക്ക് ഉറപ്പിച്ച് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ്. പിന്നെ പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നതെന്ന അറിവ്. പിന്നെ പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, പ്രധാനപ്പെട്ട കായിക ഇനങ്ങളും പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണവും, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, പിന്നെ ഒളിമ്പിക്സിന്റെ വിവരങ്ങൾ, വേദികൾ, രാജ്യങ്ങൾ, കായിക താരങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ് എന്നിവ. ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ആഫ് ഗെയിംസ്, അതിന്റെ വേദികളും രാജ്യങ്ങളും പഠിക്കണം. അതിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുക്കൾ, ദേശീയ ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, പിന്നെ ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങളും വിനോദങ്ങളും അവിടെ പഠിക്കാം. സാഹിത്യത്തിലേക്ക് വന്നാൽ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികളും അവയുടെ കർത്താക്കളും, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തരായ വരികൾ, എഴുത്തുകാർ, കൃതികൾ, മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പ്രധാന അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിനർഹരായ എഴുത്തുകാർ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തു, അത് 1 മാർക്ക് നമുക്ക് ചോദ്യങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികകളിൽ പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും, അവിടെയും 1 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ, ഇവിടെ 1 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയുമാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ആണ്, അടിസ്ഥാന വിവരങ്ങൾ, കമ്പ്യൂട്ടർ 3 മാർക്ക്. അതിൽ ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ്, ഇവിടെ ഒരു ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് വരുന്ന ഒരു ഏരിയ ആണ്. അത് 3ഉം വ്യക്തമായി പഠിച്ചു വെക്കണം. പിന്നെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് ഉണ്ട്, വേർഡ്, സ്പ്രെഡ്ഷീറ്റ്, പ്രസന്റേഷൻ, ഇമേജ് എഡിറ്റർ ഒക്കെ വരുന്നത്. പിന്നെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്, അത് ഒരു ഏരിയ. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്, അതിൽ ലാന്, വാന്, മാന് തുടങ്ങിയവ. പിന്നെ നെറ്റ്വർക്ക് ഡിവൈസസ്, മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്. ഈ 2 ഭാഗത്തു നിന്നും ഒരു ചോദ്യം നമുക്ക്, ഈ ഒരു ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് വരുന്നത്. കൂടുതലും ഇപ്പോൾ ചോദ്യങ്ങൾ കാണുന്നത് മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ്. അതായത് നെറ്റ്വർക്ക് ഡിവൈസസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ കൂടുതൽ ഇപ്പോൾ കടന്നു വരുന്നത്. പിന്നെ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് സർവീസസ്, സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്, ഗവേണൻസ്, അവിടെ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ടും നമുക്ക് അവിടെ ടൈപ്സ് ഓഫ് ക്രൈംസ് ഉണ്ട്, IT ആക്ട് ആൻഡ് അതർ ലോസ്, ഇവിടെ നിന്നും നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് 3 മാർക്ക് നമ്മൾ ആ ഒരു ഏരിയയിൽ പ്രതീക്ഷിക്കുന്നത്. അടുത്ത സുപ്രധാന നിയമങ്ങൾ, 5 മാർക്കിൽ 5 നമുക്ക് നേടാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് സുപ്രധാന നിയമങ്ങൾ. അതിൽ ആദ്യം തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതിന്റെ ഇൻഫർമേഷൻ എക്സംപ്റ്റഡ് ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണ്,
കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഫർമേഷൻ കമ്മീഷൻസിനെ കുറിച്ച്, അവരുടെ ഫംഗ്ഷനും അധികാരങ്ങളെ കുറിച്ചും. രണ്ടാമത് കൺസ്യൂമർ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, അതായത് ഉപഭോക്തൃ പരാതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമ്മുടെ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന്. പിന്നെ മൂന്നാമത് ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, അതിൽ നമ്മുടെ സിവിൽ റൈറ്റ്സ്, അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് SC/ST, നാഷണൽ കമ്മീഷൻ ഫോർ SC/ST, പിന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷനെ കുറിച്ച്, അതുകൂടാതെ മൈനോറിറ്റി കമ്മീഷനെ കുറിച്ച്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ കുറിച്ചും സീനിയർ സിറ്റിസന്റെ പ്രൊട്ടക്ഷനെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ നാലാമത് വരുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ ഒഫൻസസ് എഫക്റ്റിംഗ് പബ്ലിക് ഡിഫൻസ് ആൻഡ് മോറൽസ്, പ്രത്യേകിച്ച് നമ്മുടെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് വുമൺ കമ്മീഷൻ, അതുപോലെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005, അതിനെക്കുറിച്ചും അവിടെ പഠിക്കണം. പിന്നെ അഞ്ചാമത് വരുന്നത് പോക്സോ ആണ്. അത് 2012 പോക്സോ ആക്ടിനെ കുറിച്ചാണ്. അവിടെ നമുക്ക് ഇത്രയും പഠിച്ചു കഴിഞ്ഞ് ഈ 5 ഭാഗങ്ങളിൽ ഓരോ മാർക്ക് വെച്ച് നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് പ്രത്യേകം പഠിക്കാം. പിന്നെ ഇതാ 20 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് 2022 മുതൽ 2024 മെയ് മാസം വരെയുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം. അതാണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് PSC ബുള്ളറ്റിൻ, അത് കൂടാതെ മാതൃഭൂമിയുടെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നിവയിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലായി ഇപ്പോൾ കടന്നു വരുന്നത്. അത് പഠിച്ചെടുക്കുക. പിന്നെ പ്രധാന പത്രങ്ങളിൽ നിന്നുള്ള വാർത്തകളും. ഇനി ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠവും പരിശോധനയും. ഇപ്പൊ ലഘുഗണിതം എന്ന് പറയുന്നത് 5 മാർക്കിന്റെ ആണ്. അവിടെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അമിശ്രബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജ്യാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രഷനുകൾ. ഇത്രയും പഠിച്ചാൽ ഇവിടെ നമുക്ക് 5 മാർക്കാണ്. അതിൽ നമുക്ക് ലാഭവും നഷ്ടവും, ശതമാനം, അതുപോലെ സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരിയും, കൃത്യങ്ങൾ, ഇതിൽ നിന്ന് 3 മുതൽ 4 വരെ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് കടന്നു വരുന്നത്. പിന്നെ ഒരു ചോദ്യം നമുക്ക് സംഖ്യകളും അടിസ്ഥാന ക്രിയകളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ചോദ്യം അംശബന്ധവും അനുപാതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജ്യാമിതി രൂപങ്ങളുടെ ചുറ്റളവുമായി ബന്ധപ്പെട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് 5 മാർക്കോളം നമ്മൾ ഇവിടെ നോക്കുന്നത്. പിന്നെ മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധനയും, അതിൽ ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, ഗണിതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സ്ഥാനനിർണയ പ്രശ്നം പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, പിന്നെ ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും വരുന്ന ചോദ്യമാണ് ദിശാബോധം 1 മാർക്കിന് വരുന്നുണ്ട്, കുടുംബ ബന്ധങ്ങൾ 1 മാർക്കിന് വരുന്നുണ്ട്, ക്ലോക്കിലെ സമയവും കോണളവും അല്ലെങ്കിൽ സമയവും പ്രതിബിംബം, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉറപ്പായിട്ടും വരുന്നുണ്ട്. പിന്നെ ഒറ്റയാനെ കണ്ടെത്തുക അല്ലെങ്കിൽ സമാന ബന്ധങ്ങൾ ഒരു ചോദ്യമുണ്ട്. പിന്നെ സ്ഥാനനിർണയ പരിശോധന ഒരു ചോദ്യം ഉറപ്പാണ്. അതുപോലെ സംഖ്യ, ഇതിൽ നിന്നൊക്കെ ബന്ധപ്പെട്ടാണ് ചോദ്യം. ഇത്തരം 6 ഏരിയ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ 5 മാർക്ക് ഉറപ്പിച്ച് പോകാൻ പറ്റും. ഓക്കെ. പിന്നെ ഇംഗ്ലീഷിലേക്ക് 5 മാർക്ക് ഗ്രാമറിനാണ്. ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, അഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, പിന്നെ യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, ക്വസ്റ്റ്യൻ ടാക്സ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസ്, പിന്നെ പ്രിപ്പോസിഷൻസ്, the use of correlatives, direct and indirect speech, active and passive voice, correction of sentences, degrees of comparison. ഇത്രയും പഠിച്ചാൽ 5 മാർക്ക്. അതിൽ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് 1 മാർക്ക് ഉറപ്പിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അതിൽ നിന്ന് 1 മാർക്ക് നമുക്ക് പറയാം. പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട് 1 മാർക്ക്. പിന്നെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് 1 മാർക്ക്. ഇവിടെ തന്നെ 4. പിന്നെ ബാക്കി എല്ലാം കൂടി കമ്പാരിസണോ അല്ലെങ്കിൽ നമ്മുടെ ടെൻസോ അതുമല്ലെങ്കിൽ നമ്മുടെ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ 5 മാർക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൽ. വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ അവിടെ 5 മാർക്കാണ്. സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺ, അവിടെ നിന്ന് 1 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആന്റോണിംസ്, ഫ്രേസൽ വെർബ്സ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, പിന്നെ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവേഷൻ. ഇതിൽ ഇഡിയംസ് 1 മാർക്ക്, സ്പെല്ലിംഗ് ടെസ്റ്റ് 1 മാർക്ക്, ഫ്രേസൽ വെർബ്സ് 1 മാർക്ക്, ആന്റോണിയം സിനോണിംസ് ഇതിലേതെങ്കിലും 1 മാർക്ക്, പിന്നെ സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺ, ഇതിൽ നിന്ന് 1 മാർക്ക്. ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ. ഇനി നമ്മുടെ ലാസ്റ്റ് ഭാഗമായ പ്രാദേശിക ഭാഷ മലയാളത്തിലാണ്. അവിടെ 10 മാർക്കാണ്. ഈ 10 മാർക്ക് 13 ഭാഗം പഠിക്കാനുള്ളതിൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതപദം, പഴഞ്ചൊല്ലുകൾ, ശൈലികൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തുക. ഇത് കൃത്യമായി പഠിച്ച 5 മാർക്ക്. ഇതിൽ നമുക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ നിന്ന് പലപ്പോഴും മാറി മാറി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ 5 മാർക്കിന്റെ കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും നമ്മുടെ സിലബസുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠനം ആരംഭിക്കുക. ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ SSCRT ആദ്യം തന്നെ തീർക്കുക.
പിന്നെ PYQ തീർക്കുക. അത് കഴിഞ്ഞ് സിലബസിൽ ബാക്കി വന്ന കാര്യങ്ങൾ നോക്കുക. കൂടാതെ എല്ലാ ദിവസവും നോക്കേണ്ട കാര്യമാണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ കറന്റ് അഫയേഴ്സ്. ഈ 4 ഭാഗങ്ങളും എല്ലാ ദിവസവും പഠിക്കേണ്ട ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച മൈൻഡ് മാപ്പിംഗ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ അടക്കം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 7306662334 എന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്